നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. മൂന്നാം UPA എന്നത് AK ആന്റണിയുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി AK പത്മനാഭൻ. സ്ഥാനത്തിനും പദവിക്കും വേണ്ടി ഇടതുമുന്നണി വിട്ട NK പ്രേമചന്ദ്രൻ മരം ചാടി നടക്കുന്ന കുരങ്ങനാണെന്ന് ഫാദർ പ്രൊഫസർ മാത്യൂസ് വാഴക്കുന്നത്ത്. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് യൂണിയൻ ATO ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. മൂന്നാം UPA എന്നത് AK ആന്റണിയുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി AK പത്മനാഭൻ. LDF തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചിത്രയിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തിനുവേണ്ടി കോൺഗ്രസിനോ UDFനെ അനുകൂലിക്കുന്ന സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യണമെന്നുള്ള ചോദ്യം ഉയർത്തുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ കൊല്ലം മണ്ഡലം LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചിത്രയിൽ നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AK പത്മനാഭൻ. മൂന്നാം UPA എന്നത് AK ആന്റണിയുടെ മാത്രം സ്വപ്നമായി നിൽക്കും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു പുതിയ സർക്കാർ വരുമെന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരാൾക്ക് പോലും വിശ്വാസമില്ലാത്ത കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനാണ് പ്രധാനമന്ത്രി, ഞാനാണ് എല്ലാം എന്ന് പറയുകയും ഞങ്ങളെന്ന് ഔപചാരികമായി പറയാൻ പോലും തയ്യാറാകാത്ത ഒരു വ്യക്തി ഇന്ത്യയിലെ രാഷ്ട്രീയ ജനാധിപത്യ വ്യവസ്ഥയെ ഉപയോഗിച്ച് അധികാരത്തിൽ വരാമെന്നും സ്വന്തം ഇഷ്ടം പോലെ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരുടെയും വ്യവസായികളുടെയും വിദേശ നിക്ഷേപകരുടെയും പരിപൂർണ പിന്തുണയോടെ ഇന്ത്യയിലെ ജനങ്ങളെ ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് മോഡിയെന്നും അദ്ദേഹം വിമർശിച്ചു. എങ്ങനെയെങ്കിലും ഭരിക്കുക, അതായത് കേരളത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ UDF സർക്കാർ അതുണ്ടാക്കിയ നാണം കെട്ട ഒരു സ്ഥിതി. കേരളത്തിലെ ഭരണമെന്നുള്ളത്, കേരളത്തിലെ ഭരണാധികാരികൾ എന്നുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത്, മന്ത്രിസഭ എന്നുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളത്, ഇതെല്ലാം തന്നെ ഇത്രയധികം കേവലമായ അങ്ങേയറ്റം തരം താഴ്ന്ന ഒരു നിലയിലെത്തിയ സാഹചര്യം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഭരണകാലത്ത് പോലും ലോകത്തുള്ള കുത്തക മുതലാളിമാരുടെ പരസ്യ കമ്പനികളെയെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ടെലിവിഷനിൽ, പത്രങ്ങളിൽ, റേഡിയോയിൽ, തെരുക്കളിൽ പ്രധാനമന്ത്രി കേരളത്തിൽ ഓടുന്നുണ്ട്. കർഷകരെ രക്ഷിക്കാൻ പ്രധാനമന്ത്രിയാക്കാൻ താമരച്ചില്ല, കർഷകരെ രക്ഷിക്കാൻ. ഗുജറാത്തിലെ കർഷകരുടെ ജീവിതം രാത്രിയോട് രാത്രി നൂറുകണക്കിന് കർഷകരെ, ആയിരക്കണക്കിന് കർഷകരെ അവരുടെ കൃഷിഭൂമിയിൽ നിന്നും നാടുകടത്തി കുത്തക മുതലാളിമാർക്ക് ആ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായമാണ് അവിടെ. ഇന്ത്യയിലെ രാഷ്ട്രീയ ജനാധിപത്യ വ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരാമെന്നും സ്വന്തം ഇഷ്ടം പോലെ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്കും വ്യവസായികൾക്കും വിദേശ നിക്ഷേപകർക്കും അവരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ ഭരിക്കാമെന്നും വിശ്വസിക്കുന്ന ഒരു സാഹചര്യം. മതത്തിന്റെ പേരിൽ ഇതിന്റെ അവകാശത്തിന്റെ ജയിക്കാൻ പോകുന്നില്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഉത്തർപ്രദേശത്തിൽ 80 പാർലമെന്റ് സീറ്റുണ്ട്. പണ്ട് നടത്തിയതുപോലെ ബാബർ മസ്ജിദ് ഉടച്ച് അത് അവിടെ അടിച്ചമർത്തി അവിടെ ഒരു ജനകീയമായ ഒരു ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ നടത്തിയ ശ്രമം ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ UPയിലെ ജനങ്ങൾ BJPയെ തിരസ്കരിച്ചു. CPI ലോക്കൽ സെക്രട്ടറി ശബരിനാഥ് അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം K സുകുമാരപിള്ള സ്വാഗതം പറഞ്ഞു. S രാജേന്ദ്രൻ, S സുദേവൻ, S ബുഹാരി, S വിക്രമൻ, കരകുളം ബാബു, ലാലാജി ബാബു, കണ്ണങ്കോട് സുധാകരൻ, K വിജയൻ, MS മുരളി, ആനന്ദകുസുമം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിൽ വന്നാൽ ആര്യങ്കാവ് പഞ്ചായത്തിലെ ഭൂരിപക്ഷം പേരും കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു കഴുതുരുട്ടിയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആര്യങ്കാവ് വില്ലേജിൽ കഴുതുരുട്ടി മാർക്കറ്റും ആര്യങ്കാവ് ക്ഷേത്രവും അച്ചൻകോവിൽ ക്ഷേത്രവും ഒഴിച്ചാൽ മറ്റ് പ്രദേശങ്ങളെല്ലാം പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുമെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു കഴുതുരുട്ടിയിൽ LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 121 വില്ലേജുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നാണല്ലോ.
ഇപ്പോൾ മാറ്റം വരുത്തി എന്ന് പറയുന്നു. ആ മാറ്റത്തിനനുസൃതമായി ആര്യങ്കാവ് വില്ലേജിൽ എന്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്? വല്ലതും വന്നോ? കഴുകുരുട്ടി മാർക്കറ്റും അമ്പലവും ഒഴിച്ചാൽ, അതായത് ചെങ്കോവിൽ ക്ഷേത്രം, ചെങ്കോവിൽ ക്ഷേത്രം, ആര്യങ്കാവ് ക്ഷേത്രം ഒഴിച്ചാൽ ഈ എസ്റ്റേറ്റ് ആയിരക്കണക്കിന് തൊഴിലാളികൾ താമസിക്കുന്ന, പണിയെടുക്കുന്ന, നൂറുകണക്കിന് ലയങ്ങളുള്ള ആ എസ്റ്റേറ്റെല്ലാം, തോട്ടമെല്ലാം പ്രകൃതിലോല പ്രദേശമായി തന്നെ നിലനിർത്തിയിരിക്കാതെ വീണ്ടും നമ്മളെന്താണ് ആവശ്യപ്പെട്ടത്? എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ജനവാസ മേഖല മുഴുവൻ ഒഴിവാക്കും എന്നാണ്. ഈ തോട്ടങ്ങളെല്ലാം തന്നെ ജനവാസ മേഖല കൂടിയാണ്. അതിനകത്താണ് തൊഴിലാളികൾ താമസിക്കുന്നത്, അതിനകത്താണ് ലയങ്ങളിലാണ് താമസിക്കുന്നത്. അങ്ങനെ ലയങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് പറയുന്നത് ഇത് വെള്ളിനിലവര പ്രദേശമാണ് എന്ന്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ ആര്യങ്കാവ് പഞ്ചായത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ കാണാനയച്ച സമിതിക്ക് ആര്യങ്കാവ് വില്ലേജിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ചോദിക്കുന്നു, മാമ്പഴ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റല്ലേ, ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും ഈ ഇവിടുത്തെ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ കൃഷി ഓഫീസറും അടങ്ങുന്ന ഒരു സമിതി വെച്ചില്ലേ? ആ സമിതിയുടെ പണിയുണ്ടായിരുന്നു. ശ്രീമാൻ മാമ്പഴത്തറ അടക്കമുള്ളവർ ഇത് മറുപടി പറയണ്ടേ? അതിനകത്ത് MLA ഇല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊന്നും വെച്ചില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ശ്രീമാൻ ഉമ്മൻചാണ്ടി വെച്ചത് നമ്മുടെ പഞ്ചായത്തിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, പഞ്ചായത്തിന്റെ സമിതി അധ്യക്ഷന്റെയിൽ പ്രസിഡന്റ് അതിലിടപെടാം. ഞാൻ ചോദിക്കുന്നു, ആര്യങ്കാവ് പഞ്ചായത്തിൽ എന്ത് മാറ്റം വരുത്താൻ അവർക്ക് കഴിഞ്ഞു? സമിതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും MLAയോ മറ്റു രാഷ്ട്രീയ നേതാക്കളെയോ ഉൾപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിനാൽ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നിലവിൽ വന്നാൽ തോട്ടം തൊഴിലാളികളും കൃഷിക്കാരുമടക്കം ആര്യങ്കാവ് വില്ലേജിലെ മുഴുവൻ ജനങ്ങളും കുടിയൊഴിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെന്മല പഞ്ചായത്തിലെ ജനവാസ മേഖലകൾ ഒഴിവാക്കപ്പെട്ടുവെന്നും ഇത് ആര്യങ്കാവ് പഞ്ചായത്തിനോട് കാണിക്കുന്ന നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുവിപണിയിലെ അതിരൂക്ഷമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ. കഴുതുരുട്ടിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരേ ഇലക്കോട് പണിയാറ്റக்கூடிய കാലം പണിയാറ്റിക്കൊണ്ടിരിക്കக்கூடிய ഇടം, പണിയാറ്റ വേണ്ടിയ தேர்தல், இதையெல்லாம் கணக்கிலெடுத்து மலையாளத்தில் பேசினாலும் தமிழ் பேசக்கூடிய தோழர்களுக்கு நன்கு புரிந்து கொள்ளக்கூடிய வாய்ப்பு இருக்கிறதுனால நான் மலையாளத்திலே கூடுதலாக பேசுறதுங்கிறதும் தேவையான சில விஷயங்கள் மட்டும் தமிழில் பேசுவதுமாக. തോട്ടം തൊഴിലാളി മേഖലയായതിനാൽ തമിഴിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ദാരിദ്ര്യരേഖയ്ക്കു താഴെയുള്ളവരുടെ എണ്ണം കൂട്ടുന്ന സർക്കാർ ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂട്ടാനും മത്സരിക്കുന്നതായി AKP കുറ്റപ്പെടുത്തി. തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുന്ന LDF സർക്കാരിന്റെ പദ്ധതിയെ UDF സർക്കാർ അട്ടിമറിച്ചതായി അദ്ദേഹം ആരോപിച്ചു. തോട്ടം തൊഴിലാളികളടക്കം നിരവധി ആളുകൾ യോഗത്തിൽ പങ്കുചേർന്നു. സാധാരണക്കാരനു വേണ്ടിയുള്ള നയങ്ങൾ നടപ്പാക്കാൻ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് AK പത്മനാഭൻ പറഞ്ഞു. അതിന്റെ പ്രത്യാഘാതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. വലിയപ്പ பாடிக்கிட்டு சில பாவலவராசரும் மற்றவர்களும் தேர்தல் காலத்துல அந்த வரி எந்த பொருள்கள் மீது வரி இல்லாமல் அரசாங்கம் நடத்த முடியாது. வரி எந்த பொருளின் மீது? அரிசியின் மீதும் கோதுமையின் மீதும் உணவுப் பொருட்கள் மீதும் பெட்ரோல் டீசலின் மீதும் மருந்துகளின் மீதும் விலை உயர்த்து வரிகள் கொடுத்து விலை உயர்த்திக் கொண்டிருக்கக்கூடிய நிலையிலிருந்து இந்த நாட்டினுடைய பெரும் முதலாளிகள் மீது வரி சுமத்துகிற ஒரு நிலையிருக்கலாம். நீதி சம்பிரதாயம் உள்ளதில்லை. ഇന്നത്തെ ഉയർന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങളിലൊന്നും മറ്റൊന്ന് ഫ്യൂച്ചർ ട്രേഡിംഗ്, കമോഡിറ്റി ട്രേഡിംഗ് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ അറിയാം. അതിന്റെ പച്ച മലയാളം പൂഴ്ത്തിവെപ്പ് എന്നുള്ളതാണ്. കരിഞ്ചന്ത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് കരിഞ്ചന്ത സ്വതന്ത്ര മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ എവിടെയാ ബ്ലാക്ക് മാർക്കറ്റ്? എങ്ങനെയാണ് നിങ്ങൾ ഈ കരിഞ്ചന്ത എന്ന് പറയുന്നത്? അതിനെന്താ ന്യായമുള്ളത്? ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ വില വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്?
ആവശ്യമായ സാധനങ്ങൾ മാർക്കറ്റിൽ വരാതെ ഗോഡൌണുകളിൽ അടച്ചുപൂട്ടിയിടുന്നതും കുറെ കാലം കഴിഞ്ഞ് കൂടുതൽ വിലക്ക് വിൽക്കാവുന്ന സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ വരാതെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴുതുരുട്ടിയിൽ ചേർന്ന യോഗത്തിൽ സിപിഐ കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി അനിൽമോൻ അധ്യക്ഷനായി. സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ സുരേഷ് സ്വാഗതം പറഞ്ഞു. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു, ജില്ലാതല പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ, സിപിഐ നേതാവ് എച്ച് അബ്ദുൾ ഖാദർ, ജോർജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. എൽഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ യുവജന വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് കുളത്തൂപ്പുഴയിൽ ഡിവൈഎഫ്ഐയുടെയും എഐവൈഎഫിന്റെയും നേതൃത്വത്തിൽ യുവജന വിദ്യാർത്ഥി കൺവെൻഷൻ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥി യുവജനങ്ങൾ കൺവെൻഷനിൽ പങ്കെടുത്തു. എൽഡിവൈഎഫ് കുളത്തൂപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജി രാജീവ് അധ്യക്ഷത വഹിച്ചു. എൽഡിവൈഎഫ് കുളത്തൂപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ ഹരീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയമന നിരോധനത്തിലൂടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യുവതി യുവാക്കളിൽ നിന്നും തല്ലിക്കെടുത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയത്തിനെതിരെ യുവതി യുവാക്കൾ ഒറ്റക്കെട്ടായി അണിനിരന്ന് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷന് കൊല്ലം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം.എ. ബേബിയെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ജീവിത സ്വപ്നങ്ങൾക്കുമേൽ എതിരെ കേട്ടുകൊണ്ട് ആ സ്വപ്നങ്ങളെ ആകമാനം തച്ചുടച്ചുകൊണ്ട് ഭരണകൂടം അപ്രഖ്യാപിതമായ നിയമന നിരോധനം രാജ്യത്തും സംസ്ഥാനത്തും നടപ്പിലാക്കുകയാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് നാട് ഭരിക്കുന്ന ഭരണാധികാരികളാണ്, ഗവൺമെന്റുകളാണ്. ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതികൾ, നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ രണ്ട് ഗവൺമെന്റുകളും, നമ്മുടെ ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും, ഈ രണ്ട് ഗവൺമെന്റുകളും ഭരണകൂടങ്ങളും രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ യാതൊരു വിധമായ നടപടിയും നിലപാടും സ്വീകരിക്കുന്നില്ല. ലക്ഷക്കണക്കിന് തസ്തികകൾ കേന്ദ്ര ഗവൺമെന്റ് സർവീസിന് മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്താൻ, കേന്ദ്ര തസ്തികകളിലേക്ക് നിയമനം നടത്താൻ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ്. എന്നാൽ യു.പി.എ. ഗവൺമെന്റിന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒഴിവുള്ള തസ്തികകൾ നികത്തി തൊഴിലാളിക്കുന്ന ചെറുപ്പക്കാരന്റെ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന നിലപാട്, നയം ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. കൺവെൻഷന് യുവജന വിദ്യാർത്ഥി നേതാക്കളായ വൈശാഖ് സി ദാസ്, പ്രശാന്ത്, ഇ.കെ. സുധീർ, അജിമോൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സ്ഥാനത്തിനും പദവിക്കും വേണ്ടി ഇടതുമുന്നണി വിട്ട എൻ.കെ. പ്രേമചന്ദ്രൻ മരം ചാടി നടക്കുന്ന കുരങ്ങനാണെന്ന് ഫാദർ പ്രൊഫസർ മാത്യൂസ് വാഴക്കുന്നത്ത്. എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നരിക്കലിൽ സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെയും യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ.കെ. പ്രേമചന്ദ്രനെയും കടുത്ത ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. പദവിക്കുവേണ്ടി താൻ സ്നേഹിച്ച ആശയങ്ങളെയും വിശ്വാസങ്ങളെയും മുന്നണിയെയും ഒറ്റുകൊടുത്തവനാണ് പ്രേമചന്ദ്രനെന്ന് അദ്ദേഹം ആരോപിച്ചു. വോട്ട് നേടി അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ നാട്ടുകാരെ തിരിഞ്ഞു നോക്കാത്തവരാണ് കോൺഗ്രസുകാരെന്നും കോൺഗ്രസ് അഴിമതിയുടെ കൂടാരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലാഭകരമായ ജീവിതത്തിനു വേണ്ടിയും വ്യക്തിപരമായ ഉന്നതിക്ക് വേണ്ടിയും സ്വാർത്ഥലാഭങ്ങൾക്കു വേണ്ടിയുമാണ് കോൺഗ്രസ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടതുമുന്നണി വിട്ട പ്രേമചന്ദ്രനെ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന കുരങ്ങനോടാണ് ഫാദർ ഉപമിച്ചത്. നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രവർത്തകർ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ വാക്കുകൾ ശ്രവിച്ചത്. ഇടതുപക്ഷത്തിനു മാത്രമേ ഇവിടുത്തെ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ കഴിയുകയുള്ളൂവെന്നും അതിനാൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിൽ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരെ തിരിച്ചറിയാത്ത ആളുകളാണ് കോൺഗ്രസുകാര്. കാരണം അവർക്ക് പിന്നീട് പേഴ്സണൽ സ്റ്റാഫിൽ ഒരുപാട് ആളുകളൊക്കെ വരും. അതിനകത്ത് മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരൊന്നും ആരും കാണില്ല. അവിടെ ജോപ്പനും പിന്നെ വേറെ ചില അപ്പന്മാരൊക്കെ കാണും. അവരൊക്കെയാണ് അവിടെ ഉള്ളത്. അവരെ കുറിച്ച് ഉത്തരം പറയാൻ കഴിയാത്ത മുഖ്യമന്ത്രി, തന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ കഴിയാത്ത മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രധാന കസേരയിൽ ഇരിക്കുമ്പോൾ എന്റെ സഭയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തോടും എനിക്ക് സ്നേഹമാണ്. കാരണം അദ്ദേഹം എന്റെ ആരാണ്? എന്റെ സഖാവാണ്.
ഉമ്മൻചാണ്ടി എന്ന് ഞാൻ പറയും. എല്ലാവരും എന്റെ സഖാവാണ്. പ്രേമചന്ദ്രനും എന്റെ സഖാവാണ്. വളരെ സ്നേഹത്തോടെയാ പറയുന്നത്, അവരെന്റെ സഖാവാണ്. പക്ഷെ അവർക്കൊരു തിരിച്ചറിവ് വേണം. ഇടതുപക്ഷത്തിന് മാത്രമേ ഇവിടുത്തെ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ കഴിയൂ. കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസിന്റെ സംസ്കാരം അതാണ്. കോൺഗ്രസ് അഴിമതിയുടെ കൂടാണ്. കോൺഗ്രസ് ലാഭകരമായ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. കോൺഗ്രസ് വ്യക്തിപരമായ ഉന്നതിക്ക് വേണ്ടിയുള്ളതാണ്. കോൺഗ്രസ് വ്യക്തിപരമായ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ്. ഒരു പദവിക്ക് വേണ്ടി, 30 വെള്ളിക്കാശിന് വേണ്ടി താൻ സ്നേഹിച്ച ആശയങ്ങളെ, വിശ്വാസങ്ങളെ മുന്നണിയെ ഒറ്റിക്കൊടുത്തവനാണ് നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി. ഇടതുപക്ഷ നേതാക്കൾ എല്ലാവരും കുറെ ദിവസങ്ങളായി പ്രേമചന്ദ്രനോട് പോകല്ലേ പ്രേമചന്ദ്ര, പോകല്ലേ പ്രേമചന്ദ്ര, വഴിതെറ്റി പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രേമചന്ദ്രൻ കേവലം ഒരു MP സീറ്റിന് വേണ്ടി, വെറും ഒരു പദവിക്ക് വേണ്ടി, വെറും ഒരു സ്ഥാനത്തിന് വേണ്ടി RSPയിലുള്ള വേറൊരു സഹോദരനെ പിടിച്ച സ്ഥാനത്ത് നിർത്തിയിട്ട് എനിക്ക് ഈ സ്ഥാനമൊന്നും വേണ്ട, ഞാൻ പറയുന്നത് ആദർശമാണെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നെങ്കിൽ കൊല്ലം പട്ടണത്തിന് നടക്കുന്നത് ഞാൻ പ്രേമചന്ദ്രൻ ജയിക്കാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ പ്രേമേന്ദ്രൻ സ്ഥാനത്തിന് വേണ്ടി പോയി. ആ പ്രേമേന്ദ്രൻ സ്ഥാനത്തിന് വേണ്ടി പോയതുകൊണ്ട്, ആദർശങ്ങളെ ബലികഴിച്ചതുകൊണ്ട് പ്രേമചന്ദ്രൻ മാനസാന്തരപ്പെടണമെന്ന് ഞാൻ പ്രസംഗിച്ചു. കാരണം പാപികളാണ് മാനസാന്തരപ്പെടേണ്ടത്. പാപം എന്ന വാക്കിന്റെ അർത്ഥം അതാണ് ഊന്നി മനസ്സിലാക്കേണ്ടത്. ലക്ഷ്യം തെറ്റൽ എന്നാണ്. പാപം സമം ലക്ഷ്യം തെറ്റൽ. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ആശയങ്ങളിൽ, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ലക്ഷ്യം തെറ്റിയതുകൊണ്ടാണ് പ്രേമചന്ദ്രൻ മാനസാന്തരപ്പെടേണ്ടത് എന്നാണ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. പുനലൂർ മുനിസിപ്പൽ ചെയർമാനും പുനലൂർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ MA രാജഗോപാൽ, ഓൾ ഇന്ത്യ ലോയേഴ്സ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP സജിനാഥ്, കവയിത്രി ബൃന്ദ, എബി വട്ടക്കൈത, VS പ്രവീൺകുമാർ, R പ്രസാദ്, അനീജെ ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇലക്ഷനോടനുബന്ധിച്ച് കൊല്ലം റൂറൽ മേഖലയിൽ പോലീസ് പരിശോധന ശക്തമാക്കി. മദ്യപിച്ച് വാഹനമോടിച്ച 150 പേരെയും വാറണ്ട് കേസിലെ 100 പേരെയുമാണ് പോലീസ് പിടികൂടിയത്. കൊല്ലം റൂറൽ ജില്ലയിൽ പോലീസ് പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച 150 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗതാഗത നിയമം ലംഘിച്ചും സീറ്റ് ബെൽറ്റും ഹെൽമറ്റുമില്ലാതെയും വാഹനമോടിച്ച 200-ൽ പരം പേരിൽ നിന്ന് പിഴ ഈടാക്കി. വാറണ്ട് കേസിലെ 100-ൽ പരം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. തെന്മല, ആര്യങ്കാവ്, ഉറുകുന്ന് എന്നിവിടങ്ങളിൽ നിന്ന് 2060 കവർ ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. ഒരു മാസത്തിനിടയിൽ 3ാമത്തെ പരിശോധനയാണ് നടത്തിയതെന്ന് റൂറൽ SP S സുരേന്ദ്രൻ അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരാൻ പോലീസിന് SP നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P സുധീറിന് വെട്ടിക്കവല മേലില പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വെട്ടിക്കവല പഞ്ചായത്തിന്റെ അതിർത്തിയായ കരിക്കകത്ത് നിന്ന് പര്യടനം ആരംഭിച്ചു. തുടർന്ന് കണ്ണംകോട്, വെട്ടിക്കവല, ചിരട്ടക്കോണം, തലച്ചിറ, കോക്കാട് എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി. തുറന്ന ജീപ്പിലായിരുന്നു പഞ്ചായത്തിലുടനീളം പര്യടനം നടത്തിയത്. സമയപരിധി കാരണം സ്വീകരണം നൽകിയ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് വാഹനത്തിൽ നിന്നിറങ്ങാനോ വ്യാപാരികളോടും ജനങ്ങളോടും നേരിട്ട് വോട്ടഭ്യർത്ഥിക്കാനോ സാധിച്ചില്ല. മൈക്കിലൂടെ ഒറ്റവാക്കിൽ വോട്ടഭ്യർത്ഥന നടത്തുകയായിരുന്നു. പുഷ്പഹാരം ഏറ്റുവാങ്ങാൻ പോലും വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചില്ല. സമഗ്രമായ പുരോഗതിക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ, യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം KR രാധാകൃഷ്ണൻ എന്നിവർ സുധീറിനൊപ്പം വോട്ടഭ്യർത്ഥന നടത്തി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ATO ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CPI നേതാവ് ജോബൈ പെരേര ഉദ്ഘാടനം ചെയ്തു. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പുനലൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞു. ഒരു മണിക്കൂറോളം ബസ്സുകൾ തടഞ്ഞ പ്രവർത്തകർ പ്രകടനവുമായി എത്തി ATO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തകർക്കാൻ നോക്കുന്നവരെ ഭരണക്കാരെ
CPI നേതാവ് ജോബോയ് പെരേര ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കും മത്സ്യത്തൊഴിലാളികളടക്കം എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച സർക്കാർ KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹം ആരോപിച്ചു. 1-ാം തീയതി നിയമപ്രകാരം കിട്ടേണ്ട പെൻഷൻ KSRTCയിലെ പെൻഷൻകാർക്ക് മാത്രം കൊടുക്കാതിരിക്കുന്ന ഒരു ധിക്കാരപരമായ തീരുമാനമാണ് ഇപ്പോൾ കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാവർക്കും പെൻഷനുണ്ട്. അധ്യാപകർക്കുണ്ട്, സർക്കാർ സർവീസിലെ NGOമാർക്കുണ്ട്, ഇലക്ട്രിസിറ്റിയിലെയും വാട്ടർ അതോറിറ്റിയിലെയും ജീവനക്കാർക്കുണ്ട്. പെൻഷനുള്ള എല്ലാവർക്കും പെൻഷനുണ്ട്. കർഷക തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്, കശുവണ്ടി തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച സർക്കാർ ജീവനക്കാർ അവർ ജോലി ചെയ്യുന്നു, അവരുടെ ജോലി ചെയ്യുന്നു. അവർ ജോലി ചെയ്ത കാലത്ത് നേടിയെടുത്ത് ഒരു അവകാശമായി സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന പെൻഷൻ ആർക്കും തടയാൻ അവകാശമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പീറ്റർ ജോർജ്, P. രാജേന്ദ്രൻ, R. ജയകുമാർ, K. പ്രഭാകരൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കി. ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കടുത്ത ചൂടിലും ഇലക്ഷൻ പ്രചരണം തകൃതിയായി നടക്കുമ്പോൾ ഇലക്ഷൻ പ്രചരണത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ വിവിധ വകുപ്പുകളിൽപ്പെട്ട അധികൃതർ വാഹന പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ ദേശീയപാതയിലും സംസ്ഥാന പാതയിലും ചെറു റോഡുകളിലും വിവിധ തരത്തിലാണ് പരിശോധന നടത്തുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. പോലീസുകാരുടെ അഭാവത്തിൽ അഡീഷണൽ തഹസിൽദാരും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ജീവനക്കാരും സ്ക്വാഡ് പ്രവർത്തനത്തിന് സജീവമായുണ്ട്. പരിശോധന നടത്തുന്ന വാഹനങ്ങളുടെ നമ്പർ ശേഖരിക്കുകയും ചെയ്യും. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വാഹന പരിശോധന ശക്തമാക്കിയത്. ഒരു സ്ഥലത്ത് 30 മിനിറ്റാണ് പരിശോധനയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. എന്നാൽ സംശയം തോന്നുന്ന സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്താനും കളക്ടറുടെ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന് പറഞ്ഞ് എല്ലാ കക്ഷി നേതാക്കളും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മുതയിൽ വാർഡിലാണ് സംഭവം. ചിതറ പഞ്ചായത്തിലെ മുതയിൽ വാർഡിലാണ് സംഭവം. കമ്പനിമുക്കിൽ നിന്നും മുതയിൽ ജംഗ്ഷനിലേക്ക് പോകാനുള്ള പ്രധാന വഴിയാണിത്. കൊടുംവളവും ഇറക്കവും വീതി കുറഞ്ഞതുമായ റോഡാണിവിടം. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും എടുക്കാതെ വന്നപ്പോഴാണ് നാട്ടുകാർ ഇത്തരമൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് ടാറിംഗിൽ നിന്നും ഈ റോഡിനെ ഒഴിവാക്കിയതിന് MLA മുല്ലക്കര രത്നാകരനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുമയൂൺ കബീറിനും വാർഡ് മെമ്പർ മധിര വിജയനും നന്ദി അർപ്പിക്കുകയും വോട്ട് തേടി വീണ്ടും വരിക എന്നാണ് ഫ്ലെക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDF UDF ഭേദമില്ലാതെ എല്ലാ വാതിലുകളിലും തങ്ങൾ മുട്ടിയെന്നും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ പറയുന്നു. വിവിധ ഫണ്ടുകൾ വിവിധ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടും ഈ റോഡ് നന്നാക്കാൻ ശ്രമിക്കാത്തതാണ് പ്രതിഷേധത്തിനു കാരണം. നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ടിപ്പറുകൾ പോകുന്നത് റോഡിന്റെ തകർച്ച വർദ്ധിപ്പിക്കുന്നു. ഈ റോഡിന്റെ അവസ്ഥയെപ്പറ്റി നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവിടെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ, മദ്രസ ഇംഗ്ലീഷ് അറബി പറഞ്ഞാൽ അറബിൽ, അടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുവന്ന കുട്ടികൾ വളരെ ബുദ്ധിമുട്ട്. വളരെ ട്രിപ്പറെല്ലാം എന്താ കാണുന്ന ട്രിപ്പെല്ലാം കയറി വരുമ്പോൾ കുട്ടികൾക്ക് ഒഴിയാവുന്ന ഒന്നിനും സൗകര്യം കിട്ടുന്നില്ല. ഈ കൊടും വളം ഇതുവരെ എല്ലാവരും പൊളിറ്റിക്കൽ പറയും. പൊളിറ്റിക്കലെല്ലാം സ്വന്തം കാര്യം വരുമ്പോഴില്ല. പൊളിറ്റിക്കലിൻ്റെ ഒരവസ്ഥ ഏത് ഉദ്യോഗസ്ഥ ആരും വന്നാലും കണ്ടാൽ മനസ്സിലാവും ഈ റോഡിൻ്റെ ഈ അവസ്ഥ. ഇവിടെ അടുത്ത പേരെടുത്ത് കയറി ഇങ്ങനെ ഇടിച്ചിട്ട് ഈ പേരെ തൊടാതെ ഇങ്ങനെ വെച്ച് പോയിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ട് വളമൊന്ന് മെയിനായിട്ട് വളമൊന്ന് നൂത്ത് കിട്ടണം. കാരണം ഇവിടെ എപ്പോഴും തന്നെ വണ്ടി കാണുന്ന വണ്ടി ഏത് ദിവസം വരെ വന്ന് നോക്കിയാൽ കാണുമ്പോൾ അറിയാം. ഈ ഭാഗത്ത് വരുമ്പോൾ അവിടെ വണ്ടി കുട്ടികൾ പോകുന്ന ബുദ്ധിമുട്ടും, കൊച്ചു കുട്ടികളെ 8-10 വയസ്സിനകത്ത് പ്രായമുള്ള കൊച്ചു കുട്ടികളാണ് മദ്രസയിൽ പോകുന്നത്. ഒരു വണ്ടി വന്നാൽ കുട്ടികൾക്ക് ഒഴിയാൻ വയ്യ. കുട്ടികൾ പേടിച്ച് അങ്ങോട്ടേക്കും ചാടെ പോകും. ചില വണ്ടിക്കാരോട്ട് നിർത്തുന്നുണ്ട്. നിർത്തിയാണ് അവർ കുട്ടികളെ പോയതിനു ശേഷമായിരിക്കും വണ്ടിക്കാർ എടുത്തു പോകുന്നത്. മോട്ടോർ സൈക്കിളിലും മറ്റും ഈ വളവിൽ വന്നുകൊണ്ട് വീഴുന്നവരെ പിടിച്ചിളക്കുകയും ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു ജോലിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരടുത്തും ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ പ്രത്യേകിച്ചൊരു താല്പര്യമില്ലാതെ എല്ലാവരിടത്തും ചെന്ന് എല്ലാ വാതിലുകളും മുട്ടിയിട്ടും ഇതുവരെയും ആരും അതിനുവേണ്ടി ഒന്നും തുനിഞ്ഞിട്ടില്ല. പല പരാതികൾ നമ്മൾ ജനങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിരന്തരം കുട്ടികൾ ഇവിടെ അപകടം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പാർട്ടികളും കക്ഷി രാഷ്ട്രീയമില്ലാതെ ഈ ഒരു റോഡിന് പരിഹാരം നടത്തി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കും.
ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം UPA എന്നത് AK ആന്റണിയുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി AK പത്മനാഭൻ. സ്ഥാനത്തിനും പദവിക്കും വേണ്ടി ഇടതുമുന്നണി വിട്ട NK പ്രേമചന്ദ്രൻ മരം ചാടി നടക്കുന്ന കുരങ്ങനാണെന്ന് ഫാദർ പ്രൊഫസർ മാത്യൂസ് വാഴക്കുന്നത്ത്. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് യൂണിയൻ ATO ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.